24 കോടി രൂപയിലധികം ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ്, ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഹണി റോസിന്റെ കഴുത്തിലിടുന്നോണ്ട് വരുന്നുണ്ടോ? ഞാൻ വില കൂടുതലപ്പോ ആളിട്ട് കഴിഞ്ഞാൽ ഡബിൾ ആവും അതിന്റെ റേറ്റ്. ഓക്കെ, അടുത്തത് നമ്മളുടെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള 4ാമത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. കൃത്യമായി ഭവ്യതയോട് കൂടിയിട്ട് നമ്മുടെ ബോച്ചെ ചോദിക്കുകയാണ്, കഴുത്തിൽ ഈ മാല അണിഞ്ഞോട്ടെ. പെർമിഷൻ ചോദിച്ചിട്ടാണ് മാല കാണിക്കുന്നത്, മാല ഇടിയിക്കുന്നത്, നെക്ലേസ് ഇടിയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിശേഷം. അതിനു മുമ്പ് നെക്ലേസ് വിൽക്കുന്നുണ്ട്, ഡയമണ്ട് അടങ്ങിയ റൂബി ഡയമണ്ട് അടങ്ങിയ നെക്ലേസ് വിൽപ്പന നടത്തുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ഹണി റോസ് ആണ് പിടിക്കുന്നത് ഈ നെക്ലേസിൻ്റെ അത് പിടിക്കുമ്പോൾ ബോച്ചയും കൂടി പിടിക്കും, രണ്ടുപേരും സ്പർശിക്കുന്നുണ്ട്. അവിടെയും ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു കൈ തൊടുകയോ അവരെ സ്പർശിക്കുന്നതായിട്ട് അവരെ മുഖഭാവത്തിൽ നിന്ന് കാണുന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു മുഖഭാവം മാറ്റമില്ല, മാത്രമല്ല അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഈ നെക്ലേസ് അവരെ കഴുത്തിൽ അണിയിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, കഴുത്തിൽ അണിയിച്ചോട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ടാണ് കഴുത്തിൽ അണിയിക്കുന്നത്. ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ്. കാരണം ഇത് മാർക്കറ്റിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ, ഇതുപോലുള്ള സിനിമാ നടികൾക്ക് ലക്ഷങ്ങൾ നൽകി കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ തന്ത്രം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വൃത്തികേട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തത്, എല്ലാവർക്കും നമസ്കാരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എന്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോ ഓരോ ദിവസവും നറുക്കെടുപ്പുണ്ട്. കൈ നിറയെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. കോടീശ്വരനും കോടീശ്വരിയൊക്കെ ആകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ വന്ന് സ്വർണം വാങ്ങുക, കൂപ്പൺ മറക്കാതെ വാങ്ങുക. ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ കോടീശ്വരൻ നിങ്ങളായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു സർ. ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതും പ്രത്യേകം താങ്ക് യു സോ മച്ച്. ഈ പ്രസംഗം, അതായത് കഴിഞ്ഞ ശേഷം ഹണി റോസ് നടത്തുന്ന പ്രസംഗത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണ്? 20 വർഷമായിട്ട് ഈ പറയുന്ന നമ്മുടെ ബോച്ചയുമായിട്ട് ആർക്ക് ബന്ധമുണ്ട്? ഹണി റോസിന് ബന്ധമുണ്ട്. അന്നു മുതൽ പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്, ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ ഡാൻസുകൾ അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് അദ്ദേഹം മനുഷ്യസ്നേഹിയാണ്, ടൈക്കൂണാണ്. മാത്രമല്ല 20 വർഷമായി ബന്ധമുണ്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ കഴുത്തിൽ മാല അണിയിച്ചതിന് ശേഷം പറയുന്നത്. ഇവിടെയും ലൈംഗികാതിക്രമം എവിടെയും ഇല്ല. വളരെ ക്ലിയറാണ്. വാദിപ്രതിയാകുന്ന കാര്യങ്ങളിലേക്കാണ് ഹണി റോസ് പോയിരിക്കുന്നത്. ഏത് തരത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ബോച്ചയ്ക്കെതിരെ എന്ന് അറിയില്ല. അതായത് ആലക്കോട് നടന്ന അവിടെ ചെമ്മണ്ണൂറിന്റെ ഉദ്ഘാടനത്തിൽ ഇവർ കയറിപ്പിടിച്ചു, ബോച്ചയെ കയറിപ്പിടിച്ചു, ലൈംഗികപരമായി പരാമർശം പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. ലൈംഗിക അതിക്രമം നടത്തിയെന്ന്. ഇവിടെ ഏത് ലൈംഗിക അതിക്രമമാണ് നടന്നിരിക്കുന്നത്? ഒരാളെ നിരപരാധിയായ ഒരാളെ ഇങ്ങനെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കാവോ? എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത ഒരു ഇതിലേക്ക് പോകാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. സോ ദ വേൾഡ് വിത്ത് ലവ് യു എവരിബഡി. യു ആർ ഓൺ ബോച്ചെ. ഇങ്ങനെ പോവാം. 2 അസറ്റാണ്. ഇതൊരു അസറ്റാണ്, ഇത് അതിൽ കൂടിയ അസറ്റാണ്. നാച്ചുറൽ രൂപി ഫോട്ടോയാണ്.
കേട്ടോ ശരി. അങ്ങനെ ഒരു ഭാഗ്യം. എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ, ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഭംഗി കാണുന്നില്ല. ഒന്നുകൂടി വേണം. പതുക്കെ സ്ലോ മോഷനില് ഏറ്റവും അവസാനത്തെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഞാൻ ആ പുറത്തുവിടുന്ന 6ാമത്തെ വീഡിയോ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിൽ അവസാനത്തെ വീഡിയോയിൽ ആദ്യം ഒരു നെക്ലേസ് ചുറ്റിക്കുന്നു, കെട്ടുന്നു, അത് അഴിച്ചെടുക്കുന്നു, വീണ്ടും ഒരു റൂബി അടങ്ങിയ മാല അണിയിക്കുന്നു. ആദ്യം അവിടെയുള്ള സ്റ്റാഫാണ് അണിയിക്കുന്നത്, പിന്നീട് ഇദ്ദേഹം അത് കൃത്യമായി ഫിറ്റ് ചെയ്യുന്നു ആ ഒരു ബോച്ചെ കഴുത്തിൽ. അതിനുശേഷം കൈക്ക് പിടിച്ച് വട്ടം ചുറ്റിക്കുന്നു. സാധാരണ ഡ്രസ്സാണ്, വേറെ അവരുടെ വേഷം കെട്ടൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സാണ്, സാധാരണ പ്യുവർ ആയിട്ടുള്ള ഡ്രസ്സിലാണ് അവർ വന്നിരിക്കുന്നത്. വേറെ അവിടെ മോശമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. ആ ചുറ്റിക്കുന്ന പോലും അവർ പൊട്ടിച്ചെറിക്കുകയാണ്. പൊട്ടിച്ചെറിച്ചതിന് ശേഷം ഇറങ്ങിച്ചെന്ന് ബൈറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നമ്മളെ ഡ്യൂട്ടിയാണ്. കാരണം ജനങ്ങൾ അറിയണം. ഇനി പോലീസ് ഇങ്ങനെ കള്ളക്കേസ് എടുക്കുമ്പോൾ എനിക്കെതിരെ 3-4 കള്ളക്കേസ് എടുത്തുള്ളതാണ്. ജനങ്ങൾക്ക് ആദ്യം അറിയില്ല, പിന്നീട് ഞാൻ പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഇപ്പോൾ ബോച്ചെ ജയിലിലാണ്. ബോച്ചയ്ക്കെതിരെ ഇങ്ങനെ ഒരു കള്ളപ്പരാതി പറയുന്നതിന് ആസ്പദമാക്കി ആലക്കോട്ടെ ഈ പറയുന്ന ഫംഗ്ഷനിലെ 6 വീഡിയോസാണ് ഞാൻ പുറത്തുവിടുന്നത്. 6 ഭാഗങ്ങളും കണ്ടല്ലോ. ഈ 6 ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ്? ഹണി റോസ് ചടങ്ങിൽ സുസ്മേരവതയായി പുഞ്ചരിച്ച് പൊട്ടിച്ചിരിച്ച് മാത്രമല്ല, അവിടെ അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്, ബിസിനസ് ടൈക്കൂണാണ്, അദ്ദേഹം മേപ്പാടി ദുരിതത്തിൽ സഹായിക്കുന്ന ഒരാളാണ് എന്നെല്ലാം പ്രകീർത്തിച്ചിട്ടുള്ള ഒരു ആളാണ് ആര്? നമ്മുടെ ഹണി റോസ്. ആ ഹണി റോസ് ഇപ്പോൾ കേസ് കൊടുത്തത് എന്തായാലും ഒരു ഗൂഢാലോചനയാണ്. ഇതിന് പിന്നിൽ ആരോ വലിയ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരെടുത്താണോ കൂടെ പണം കിട്ടി, ഇവരിവിടെ വന്നത് എന്തായാലും പണത്തിന് വേണ്ടിയിട്ടാണല്ലോ, അല്ല കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഇവിടെ വന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആ പരിപാടിയിൽ എന്തെങ്കിലും ലൈംഗികാതിക്രമം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആരുടേതാണെങ്കിലും അവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ആർക്കോ വേണ്ടിയിട്ടാണ് ചെയ്തത്. ലക്ഷങ്ങളോ കോടികളോ ചിലപ്പം അവർക്ക് കിട്ടുമായിരിക്കാം. ബോച്ചയെ അകത്താക്കാൻ കോടികൾ കിട്ടുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഹണി റോസ് 248A വകുപ്പ് പ്രകാരം 5 വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റകമാണ് ചെയ്തിട്ടുള്ളത്. അത് നിർബന്ധമായും ബോച്ചെ ഇറങ്ങിയാൽ കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വന്നാൽ ഹണി റോസ് വാദിപ്രതിയാകും, ഹണി റോസ് ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ബോച്ചെ കുറ്റവാളിയാവില്ല, ഹണി റോസ് കുറ്റവാളിയാവും. ഹണി റോസ് 5 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇതൊരു വലിയൊരു കുറ്റമാണ്. വലിയൊരു ബിസിനസ്സുകാരനെ മറ്റുള്ള വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് പറയുന്നത്. പലരും അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത് അയാൾക്ക് തട്ടിപ്പുകാരനാണ്, കള്ളനാണ്, കൊലപാതകയാണെന്നൊക്കെ പറഞ്ഞാൽ അത് മാറ്റി വെക്കുക. നമ്മൾ പറയുന്ന സംഭവമായി പരാതിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളതാണ് പോലീസ് നോക്കേണ്ടത്. അങ്ങനെ ഒരു പരാതിയാണല്ലോ കിട്ടിയത്. ഇവിടെ പോലീസ് കളിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഇവിടെ എറണാകുളം DCP ACP ആയി ജയകുമാർ, അവിടെയാണ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷാജസ് കറിയക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒളിവിൽ പോയത്, അദ്ദേഹത്തിന് ഓഫീസ് കയറി സകല സാധന സാമഗ്രികളും പിടിച്ചുകൊണ്ടുവന്നത്. അതേപോലെ ബോച്ചയും അറസ്റ്റ് ചെയ്തത്. അതിനർത്ഥം ഇത്തരം കള്ളക്കേസ് എടുക്കുന്നതിൽ മിടുക്കനായ സമർത്ഥനായ നമ്മുടെ ACP ജയകുമാർ തന്നെയാണ് ഇവിടെയും പ്രധാന എതിർഭാഗം വരുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം ഗവൺമെൻറ് അവിടെ നിന്ന് പറയുമ്പോൾ അതേപടി അനുസരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഞാനുമായി അടുത്ത ബന്ധമാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഗവൺമെൻറ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലും മിടുക്കനാണ്. എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച് പറഞ്ഞതാണ് എൻ്റെ ഭാഗം കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനെ എതിർക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ സംസാരം ഞാൻ പുറത്തുവിട്ടുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരു യാതൊരു വിരോധമില്ല. അദ്ദേഹത്തോടും എന്നോട് വല്ല വിരോധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം അറസ്റ്റ് ചെയ്തപ്പോൾ പോലെ ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറിയ ആളാണ്. പക്ഷെ ചെയ്തതെല്ലാം നിയമവിരുദ്ധമാണ്. ഒരു പെൺകുട്ടിയെ കൊണ്ട് കള്ളപ്പരാതി കൊടുക്കുമ്പോൾ ശരിയായ രേഖകൾ എൻ്റെ അടുത്ത് കൈവശമുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തു. 140ഓളം തെളിവുകൾ കോടതി ഹാജരാക്കിയിട്ടുണ്ട്. അതിനെതിരെ വലിയ ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. കാരണം ആ കുട്ടി തന്നെ കള്ളമാണെന്ന് എൻ്റെ ഭാഗം ശരിയെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നന്ദി, നമസ്കാരം.